നമസ്കാരം കൂട്ടുകാരൻ, ഞാൻ പീറ്റർ സോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 18/5/2026 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില വീണ്ടും കുതിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മിക്ക റബ്ബർ കർഷകരും. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 262, RSS 5 കിലോ 258, ISN 20 211, ലാറ്റക്സ് 60 DRC 162.75 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 262, RSS 5 കിലോ 258, ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 252, ലോട്ട് 210 രൂപ മുതൽ 215 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 157 മുതൽ 60% DRC ഒട്ടുപാൽ കിലോ 117 രൂപ 75 പൈസ. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 250, RSS 5 കിലോ 247. ഈ കേരളത്തിലെ വ്യാപാരിയിൽ നോക്കുമ്പോൾ വ്യാപാരിയില്ല കോട്ടയം RSS 4 കിലോ 254, RSS 5 കിലോ 250, ISN 20 206 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 139 മുതൽ 150 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് 25% DRC 200 രൂപ 11,250, 30% DRC 200 രൂപ 13,500, 35% DRC 200 രൂപ 15,700. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക സ്ഥലങ്ങളിൽ ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ നല്ല മഴയായിരുന്നു. ഭൂമി ശരിയായി തണുത്ത് ഇനി റബ്ബർ ടാപ്പിംഗ് നമുക്ക് ആരംഭിക്കാം. ഇതിനായി രാസവളങ്ങളും ജൈവവളങ്ങളും റെയിൻ ഗാർഡും യഥാസമയം പിന്നെ ഇടാം. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ 1 കിലോ രാസവളത്തിന്, അതായത് 18 മിക്സർ വാങ്ങിക്കണമെങ്കിൽ 27 രൂപ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ നാട്ടിൽ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,385, 1 പവൻ 1,15,080. ഇന്നലെ ശനിയാഴ്ച വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 90 രൂപയും 1 പവൻ്റെ മുകളിൽ 720 രൂപയാണ് കുറഞ്ഞത്. 102 സീറ്റുമായി അധികാരത്തിൽ വന്ന VD സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഇന്നാണ് തിരുവനന്തപുരത്ത്. ജനാഭിലാഷങ്ങളും പ്രകടന പത്രികയും നടപ്പാക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. രാവിലെ 10-നാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. എല്ലാവരും വന്നു ചേരണമെന്ന് സതീശൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചു. ജനാഭിലാഷങ്ങൾ UDF യാഥാർത്ഥ്യമാക്കുമെന്നുള്ള ലക്ഷ്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കടുദ്വാനം ചെയ്യുകയും ചെയ്യും. 10 വർഷം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തതിനു ശേഷമാണ് MLA ആയത്. കേരളത്തിൻ്റെ ആദ്യമായാണ് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയുള്ള മുഖ്യമന്ത്രി ഉണ്ടാവുന്നത്. അത് BA സോഷ്യോളജി, മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്, ബാച്ചിലർ ഓഫ് ലോസ്, മാസ്റ്റർ ഓഫ് ലോസ്. ഇതാണ് VDയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. കൂടാതെ 2021 പ്രതിപക്ഷ നേതാവായും 2026 ഒറ്റക്കെട്ടായി UDFനെ നയിക്കുകയും അത് അവസാനം VD സതീശനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു. ജനവികാരം അംഗീകരിച്ചാണ് മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നത്. എന്തായാലും കേരള സംസ്ഥാനത്ത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ ക്ഷേമപ്രവർത്തനങ്ങളും മറ്റു വികസനങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.